മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങൾ അനിശ്ചിതത്വത്തിൽ. UDF സർക്കാർ ഭരണത്തിലെത്തി 2 മാസമായിട്ട് മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫ് ആയില്ല. പ്രധാന നേതാക്കൾ തമ്മിലുള്ള തർക്കത്തിലുടക്കി മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥന്റെ നിയമന ഉത്തരവ് ഇതുവരെയുമായില്ല. പല മന്ത്രിമാരുടെയും ഓഫീസുകളിൽ വിവിധ തസ്തികകളിൽ ജോലി തുടങ്ങിയ പലർക്കും ഇതുവരെ നിയമന ഉത്തരവായിട്ടുമില്ല. അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിച്ചു. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനും തിരുവനന്തപുരം ജില്ലക്കാരനുമായ ശരചന്ദ്രൻ. KC വേണുഗോപാൽ MLA ആയിരുന്നപ്പോൾ PAയും ടൂറിസം മന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലും ഉണ്ടായിരുന്നയാളായിരുന്നു ശരചന്ദ്രൻ. പക്ഷേ BJP അനുഭാവി എന്ന ആരോപണം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഉയർത്തി. പാർട്ടി പരിശോധനയിൽ തെറ്റെന്ന് തെളിഞ്ഞു. സെക്രട്ടേറിയറ്റിൽ കോൺഗ്രസ് അനുകൂല സംഘടന പിളർന്നപ്പോൾ KC പക്ഷത്തിന് നേതൃത്വം കൊടുത്ത് ഉറച്ചുനിന്ന ആളാണ് ശരചന്ദ്രൻ. ശരത്തിനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കണമെന്ന അഭിപ്രായം KCക്കുമുണ്ടെന്നാണ് വിവരം. നിയമനം വൈകരുതെന്ന മന്ത്രിയും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. തൊഴിൽ മന്ത്രിയുടെ ഉൾപ്പെടെ ചില മന്ത്രിമാരുടെ ഓഫീസുകളിൽ തസ്തികകളിൽ ആളെത്തിയെങ്കിലും എല്ലാവർക്കും നിയമന ഉത്തരവായിട്ടില്ല. മന്ത്രി OJ ജനീഷിന്റെ ഓഫീസിൽ 4 പേർക്കാണ് നിയമന ഉത്തരവായത്. ബാക്കി 21 തസ്തികകളിലേക്കും ആളായെന്നും ഉത്തരവ് ഉടനിറങ്ങുമെന്നും മന്ത്രിയുടെ ഓഫീസ് പറയുന്നു. എക്സൈസ് മന്ത്രി M ലിജുവിന് ഇതുവരെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടില്ല. എക്സൈസും സഹകരണവും ഒന്നിച്ചു നോക്കാൻ കഴിയുന്ന മികച്ച ഉദ്യോഗസ്ഥരെ തേടാനുള്ള മന്ത്രിയുടെ അന്വേഷണം നീളുകയാണ്. രാഷ്ട്രീയക്കാരെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കേണ്ട എന്നാണ് തീരുമാനം. UDFകാരല്ലാത്തവരെ പ്ലീഡറായി ഉൾപ്പെടെ നിയമിച്ചതിനെ ചൊല്ലി എതിർപ്പ് കനക്കുന്നതിനിടെയാണ് മന്ത്രിമാരുടെ ഓഫീസുകളിൽ താക്കോൽ സ്ഥാനത്ത് ആളെ വെക്കുന്നതിന് തർക്കം. പക്ഷേ ഇതടക്കം സർക്കാർ കാര്യം ഒന്നും ആലോചിക്കാൻ കോൺഗ്രസിൽ സംവിധാനമില്ല. പാർട്ടി സർക്കാർ ഏകോപന സമിതിയായില്ല. പുതിയ അധ്യക്ഷനായി കസേര ഒഴിയാൻ കാത്തുനിൽക്കുന്ന സണ്ണി ജോസഫ് തർക്ക വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല. പകരം അധ്യക്ഷന്റെ കാര്യം പ്രൈവറ്റ് സെക്രട്ടറി നിയമനം പോലെ നീളുന്നു.